ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ക്യാവൻ ക്രൈംസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ മൂവിയുടെ വൺ ലൈൻ ഞാൻ എന്തായാലും പറയുന്നില്ല, കാരണം വേറൊന്നല്ല, നിങ്ങൾ ഈ മൂവി കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ ഈ ഒരു മൂവിയോടൊപ്പം ആ കൊലയാളിയെ കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മൂവി കണ്ടു തീർക്കാനായിട്ട്. അതേപോലെ തന്നെ കഥയോടൊപ്പം നിങ്ങൾക്കും ട്രാവൽ ചെയ്യാനും കഴിയും. എന്നിട്ട് ആരൊക്കെ കൊലയാളിയെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തേക്കാം. ആരാണ് കൊലയാളി എന്ന് കമന്റ് ചെയ്യേണ്ട, ആരൊക്കെയാണ് നേരത്തെ കണ്ടുപിടിച്ചത് എന്ന് മാത്രം ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ എത്ര പേരാണ് മൂവിയോടൊപ്പം ട്രാവൽ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാലോ. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമുക്കൊരു സെക്കൻഡ് ചാനലുണ്ട്, അത് പലർക്കും അറിയത്തില്ലാന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാനലിൽ മെയിനായിട്ടും ക്രൈം ത്രില്ലർ, ഹൊറർ ഈ ജനറിലുള്ള സിനിമകളായിരിക്കും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് ചാനലാണെങ്കിലോ മറ്റു പല ജനറുകളിലുള്ള സിനിമകളും അതിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാത്ത ഒരുപാട് വെറൈറ്റി മൂവീസുകൾ ആ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആർക്കും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ഫസ്റ്റ് കമൻറ്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം. അതുകൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തരുന്ന വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇനി അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ ഈ സ്റ്റോറിയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിൽ ഒരു ലേഡി തൻ്റെ കയ്യിലൊരു തലയോട്ടി വെച്ചിട്ട് കുറച്ച് കുട്ടികൾക്ക് ഈ തലയോട്ടിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ഖനനം നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കിട്ടുന്ന ഈ ഒരു ഫോസിലുകൾ മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വിദ്യാർത്ഥികൾ വർഷാവർഷം ഇവിടേക്ക് വരും. അപ്പോൾ അതിനെ പറ്റിയെല്ലാണ് ഈ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവളുടെ പേര് ജൂലിയ. അതുപോലെ ഇപ്പോൾ ജൂലിയ കുട്ടികളോട് പറയുന്നത് തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു തലയോട്ടി 4 ലക്ഷം വർഷം പഴക്കമുള്ളതാണ്. അതും ഒരു പെണ്ണിന്റെ തലയോട്ടി ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടൊരു മർഡർ കേസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പെണ്ണിന്റെ കൊലപാതകത്തെ പറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെണ്ണിന് ഫിസിക്കലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ജനിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇവളെ കൊണ്ടു നടക്കാനായിട്ട് പാടായതുകൊണ്ട് ആ പെണ്ണിന്റെ തലയടിച്ച് പൊട്ടിച്ചാണ് അവളെ കൊന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇവിടെ ഇരിക്കേണ്ട ഒരു 3 പയ്യന്മാര് ഇതിന് വെളിയിലായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കാണ്. അവിടെ ഒരു പഴയ സ്റ്റാച്ചു ഉണ്ട്. അതിനടുത്തേക്ക് ഇവർ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ, വേറൊന്നുമല്ല, ആ സ്റ്റാച്ചുവിനടിയിലായിട്ട് ഡ്രസ്സൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ ശരീരം കിടക്കുന്നു. അതും കൈയും കാലെല്ലാം മടക്കിയിട്ട് ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയായിരിക്കും കിടക്കുന്നത് അതുപോലെ. അങ്ങനെ ഇത് കണ്ട് ഇവരെല്ലാവരും അലറി വിളിക്കുന്നതും ബാക്കി എല്ലാവരും ആ ഒരു ക്ലാസ്സിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ജോലിയാണെങ്കിലോ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് അവിടെ കിടക്കുന്ന പെണ്ണിന്റെ ജീവനുണ്ടോ എന്ന് നോക്കുമ്പോൾ ജീവനില്ല. ആ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും പല വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന പക്ഷേ അതിൽ ഫെയിലായി പോയിട്ടുള്ള ഒരു ലേഡിയാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. ഇത് ആദ്യമായിട്ടല്ല, 2-3 തവണയായിട്ട് ഇവർ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത്ര തവണ ചെയ്യുമ്പോഴത്തേക്കും തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ എന്നുള്ള പേടിയിൽ റൂമിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഹീറോയിൻ ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ ഹീറോയിന്റെ പേര് പറഞ്ഞില്ല, ഹീറോയിന്റെ പേര് സിൽവിയ എന്നാണ്. അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഇൻസ്പെക്ടർ 6 വർഷങ്ങൾക്ക് മുന്നേ നടന്ന അതേ സംഭവം വീണ്ടും സംഭവിച്ചിട്ടുണ്ട്. അതേ നാട്ടിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്ന് പറയുന്നതും ഇപ്പോൾ മരിച്ചെടുക്കുന്ന ഒരു പെണ്ണിന്റെ കേസാണ് ഹീറോയിനോട് പറയുന്നത്. അതുപോലെ ആദ്യ കേസ് അന്വേഷിച്ചത് നിങ്ങളും ഡാനിയലും അല്ലേ, അതുകൊണ്ട് തന്നെ ജഡ്ജ് പറഞ്ഞിട്ടുള്ളത് ഈ കേസ് അന്വേഷിക്കാൻ നിങ്ങളോട് തന്നെയാണ്. അതുകൊണ്ട് ഡാനിയലിനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാനിയൽ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ആണ്. അതുപോലെ ഹീറോയിനോടൊപ്പം കേസ് അന്വേഷിക്കുന്നത് ഹീറോയിന് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഇവർ തമ്മിൽ എന്തോ വഴക്കുണ്ട്. അങ്ങനെ ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവളുടെ ഭർത്താവ് പറയും, അല്ല ഈ സമയത്ത് തന്നെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അതെ, അത്ര അർജന്റായിട്ടുള്ളൊരു കേസാണെന്നും പറഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ തന്നെ ഹീറോയിൻ അവിടേക്ക് പോവാണ്. അങ്ങനെ ഹീറോയിൻ നേരെ ക്രൈം സീനിലേക്ക് വരുമ്പോഴത്തേക്കും 6 വർഷങ്ങൾക്ക് മുന്നേയും ഇതേപോലൊരു പെണ്ണിനെ ഇതേ രീതിയിൽ തന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പെണ്ണിനെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ പെണ്ണിനെ കൊന്നിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പേർക്കും വിഷം കൊടുത്താണ് കൊന്നിട്ടുള്ളത്. കാരണം ചുണ്ട് പരിശോധിക്കുമ്പോൾ അത് നീല കളറാണ്. അപ്പോൾ 6 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കൊലപാതകത്തിലും കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതോടെ അവൻ ആ ഒരു ക്രൈം നിർത്തിയെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും അവൻ വന്നിട്ട് ഇതുപോലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അവനെ കണ്ടുപിടിച്ചേ മതിയാവൂ. അങ്ങനെ ഹീറോയിൻ ജൂലിയ എന്ന് പറഞ്ഞ ആ ഒരു ടീച്ചറുണ്ടല്ലോ, പുള്ളിക്കാരി എന്നെ ഇവിടേക്ക് വിളിച്ചിട്ട്, ഓക്കെ നിങ്ങളല്ലേ ഈ ഒരു ബോഡി ആദ്യമായിട്ട് കണ്ടത്, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം. കഴിഞ്ഞ 6 വർഷമായിട്ട് എല്ലാ സമ്മറിനും ഇവിടേക്ക് വരുന്ന വിദ്യാർത്ഥികൾ, ഈ സ്ഥലം കാണാൻ വരുന്ന ആ വിദ്യാർത്ഥികളുടെ ഒരു ലിസ്റ്റ് എനിക്ക് തയ്യാറാക്കി തരണം എന്ന് ജൂലിയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്തിന്റെ ഹെഡായിട്ടുള്ള ഒരാളുണ്ടല്ലോ അയാളെ കാണാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഡാനിയൽ ഹീറോയിൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഹീറോയെ കാണുമ്പോൾ തന്നെ ഹീറോയിന് നല്ല ദേഷ്യമുണ്ട്. ഓക്കെ, എന്തായാലും രണ്ടുപേരും ഈ ഒരു കേസ് ഒരുമിച്ച് അന്വേഷിച്ചല്ലേ മതിയാവൂ. അതുമല്ല 6 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആദ്യത്തെ കൊലപാതകം നടക്കുമ്പോഴത്തേക്കും ആ സമയത്ത് ഇവിടെ ചാർലസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അവനൊരു ആർട്ടിസ്റ്റാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ചത്ത മൃഗങ്ങളെല്ലാം എടുത്ത് അതിന്റെ തോല് കറക്റ്റായിട്ട് വലിച്ചൂരി ആ തോലിനുള്ളിലേക്ക് പഞ്ഞിയും കരികളൊക്കെ കയറ്റി വെച്ച് അതിനൊരു മൃഗമാക്കി തന്നെ നിലനിർത്തുക, അതാണ് അവൻ ചെയ്യുന്നത്. ഇപ്പൊ അവനെ പറ്റി ഇവരെ സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കൊലപാതകത്തിൽ ഹീറോയിന് സംശയിച്ചത് ചാർലസിനെയാണ്. അങ്ങനെ എന്തോ ഒരു ചെറിയ തെളിവ് കണ്ടുപിടിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുന്നേ അവൻ അവിടെ നിന്ന് എസ്കേപ്പായി പോയിരുന്നു. പിന്നീട് ഇതുവരെയും അവന്റെ ഒരു വിവരം കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ അവനായിരിക്കും ഇനി ഈ ഒരു രണ്ടാമത്തെ കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു സംശയം ഇവർക്കുണ്ട്. അപ്പൊ ആ സംശയത്തോടെ തന്നെ ഹെഡിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ ഹെഡ് പറയും, നിങ്ങൾ കണ്ട ആ ഒരു സമയത്ത് തന്നെയാണ് ഞാനും അവനെ അവസാനമായിട്ട് കണ്ടത്. അതിനുശേഷം ഞാൻ ഒരിക്കലും അവനെ കണ്ടില്ല എന്ന് പറയും. അതുപോലെ ഈ ഒരു കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും വഴക്കായിട്ട് നിൽക്കണമല്ലോ, അതെന്തായാലും തീർക്കണം. അപ്പോൾ ഹീറോയിനോട് പറയും, ഓക്കെ നമുക്കൊന്ന് സംസാരിച്ചാലോ, ഒന്ന് മാറി വരാമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല കഴിയത്തില്ല, നിനക്ക് എന്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിലും എൻ്റെ ഈ ഒരു അസിസ്റ്റന്റിന്റെ അടുത്ത് തന്നെ നിന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും വർക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, 6 വർഷങ്ങൾക്ക് മുന്നേ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു. അതും ഇവരുടെ വഴക്കിനൊരു കാരണമാണ്. അപ്പോൾ ഹീറോ പറയും, പഴയതൊന്നും ഇപ്പോൾ മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട, അത് കാരണം ഈ ഒരു കേസിൽ നമുക്കൊരു പ്രശ്നം വരരുതെന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ഇല്ല എനിക്ക് നിന്നെ എന്തായാലും ഇഷ്ടമല്ല, പിന്നെ ആ ഒരു ജഡ്ജി പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ എന്നോടൊപ്പം കൂട്ടിയിട്ടുള്ളത്, നിനക്ക് എന്ത് പറയണമെന്നുണ്ടെങ്കിലും പോയി ആ ഒരു ജഡ്ജിനോട് സംസാരിക്കാൻ പറയുമ്പോൾ അതേസമയം ഈ നാട്ടിൽ തന്നെ മറ്റൊരുത്തിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ ഈ ഒരു കേസിനെ പറ്റി അറിയുന്നതും എന്തോ അവന് വല്ലാത്തൊരു ടെൻഷൻ പോലെ. അവൻ ഈ ഒരു കേസുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു കൊലപാതകത്തില് ഈ പെൺകുട്ടി മരിച്ചെന്നുള്ള കാര്യം അവൻ അറിയുന്നതും അവനൊരു സന്തോഷത്തോടെ തന്നെ അവന്റെ സിസ്റ്റമില് രണ്ടാമത് മരിച്ച ആ ഒരു പെൺകുട്ടിയുടെ പേരുള്ള ഒരു ഫോൾഡർ ഉണ്ട്, അത് അവൻ ഡിലീറ്റ് ആക്കി കളയും. അതേപോലെ തന്നെ മറ്റൊരു തന്നെ ഒരു കാട്ടിലും കാണിക്കുന്നുണ്ട്, അതൊരു മുടിയൻ. ഈ പഴയകാലത്തെ ആദിവാസികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ വസ്ത്രമെല്ലാം ഇട്ട് ഈ ആദിവാസികൾ മൃഗങ്ങളെ ഹണ്ട് ചെയ്യുന്നത് പോലെ കാടിനുള്ളിലേക്ക് പോയിട്ട് മൃഗങ്ങളെല്ലാം ഹണ്ട് ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ താമസിക്കാനുള്ള ഒരു ഹോട്ടലിലേക്ക് വരുന്നു. അവിടുത്തെ റൂം കാണിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് 6 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയിനും താമസിച്ചിരുന്നത്. ഇവർ തമ്മിലുള്ള റൊമാൻറ്റിക്കും കാര്യങ്ങളെല്ലാം നടന്നതും ഇതേ സ്ഥലത്ത് തന്നെയാണ്. ഇതെല്ലാം ആലോചിച്ചിട്ട് ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേപോലെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ജൂലിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ഹീറോയിൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് അവൾ റെഡിയാക്കി ഹീറോയിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു SIക്ക് അയച്ചു കൊടുക്കാണ്. അങ്ങനെ ജൂലി അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ജൂലിയുടെ ഒരു സുഹൃത്ത് അവളെ കാണാനായിട്ട് വരുന്നത്. എന്നിട്ട് ബാറിനകത്തേക്ക് വന്ന്, ഹേയ് എനിക്കൊരു പുതിയ ഐറ്റം കിട്ടിയിട്ടുണ്ട്, ഇത് മിക്സ് ചെയ്തൊന്ന് കഴിച്ചാൽ മതി, വേറൊരു ലോകത്തേക്ക് പോവാന്ന് പറഞ്ഞ് ജൂലിക്ക് താല്പര്യം എന്നുണ്ടെങ്കിലും ആ ഒരു ഡ്രഗ് മദ്യത്തിൽ മിക്സ് ചെയ്ത് ജൂലിയോട് കുടിക്കാൻ പറയും. അവളങ്ങനെ കുടിക്കുന്നതും ഈ ബാറിലുള്ള വേറൊരുത്തൻ ജൂലിയുടെ സുഹൃത്തിനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന്, ഹേയ് അവള് മരിക്കാൻ കാരണം നീയല്ലേ എന്ന് പറഞ്ഞ് അവളോട് വഴക്കിടുന്നു. എന്താന്ന് വെച്ചാല് ഇപ്പൊ രണ്ടാമത് മരിച്ചല്ലോ ഒരു പെണ്ണ്, അവള് മരിക്കാൻ കാരണം ഈ പെണ്ണാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ഇതിനിടയിലേക്ക് പ്രശ്നം പരിഹരിക്കാണ്ട് ചെന്ന ജൂലിയാണെങ്കിലോ അവൾക്കും അവന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഡാനിയൽ ഉണ്ടല്ലോ, അവൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിലേക്ക് വന്ന് ഇടപെട്ടിട്ട് ജൂലിയെ നേരെ വെളിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ജൂലിയനെ കൊണ്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവൾ ആൾറെഡി ആ ഒരു ഡ്രഗ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബോധത്തിലിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയെ കാണുന്നതും അവൾക്ക് എന്തോ ആ ഒരു റൊമാൻസ് ഫീലിംഗ് വന്നിട്ട് രണ്ടുപേരും കാറിനകത്ത് കയറി ആ കാറിട്ട് കുലുക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ തന്റെ റൂമിൽ തന്നെ കിടക്കുകയാണ്. പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് അവൾക്ക് ഉറക്കം വരുന്നില്ല. ഇവിടെ മറ്റേടത്ത് ആ മുടിയനായിട്ടുള്ള ഒരുത്തനുണ്ടല്ലോ, കാട്ടുവാസിയെ പോലെ, അവൻ മാത്രമല്ല അവനോടൊപ്പം ഒരുപാട് പേരും ഇതേപോലെ തന്നെ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ അവരെല്ലാവരും കൂടി ചേർന്ന് കാടിനുള്ളിൽ അവൻ പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു മൃഗത്തെ ഈ ആദിവാസികൾ എങ്ങനെ കഴിക്കും അതുപോലെ തന്നെ ഇരുന്ന് ചുട്ടു തിന്നുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളുടെ റൂമിന്റെ ഡോറിൽ ആരോ ഒന്ന് തട്ടുന്നു. ഈ പാതിരാത്രിയിൽ ഇത് ആരാന്ന് ചോദിച്ച് അവൾ പെട്ടെന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് SI ആണ്. അപ്പൊ അവനെന്തായാലും നമുക്ക് സാമുവൽ എന്ന് വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പൊ സാമുവൽ പറയും, ഇതുപോലെ ജോലി അയച്ച ആ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവിടെ മുടങ്ങാതെ വരുന്ന ഒരാളുണ്ട്, അതൊരു ജർമ്മൻകാരൻ, അവന്റെ പേര് ഗ്ലാഡർ എന്ന് പറയുന്നതും അത് വേറെ ആരുമല്ല ആ ആദിവാസിയെ പോലെ കാട്ടിൽ ജീവിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവനാണത്. അപ്പൊ 6 വർഷങ്ങൾക്ക് മുന്നേ ആദ്യത്തെ കൊലപാതകം നടക്കുമ്പോഴും അവൻ ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് നമ്മുടെ ഹീറോയിൻ അവന്റെ മേളിൽ സംശയമില്ല. പക്ഷെ ഇപ്പോൾ രണ്ടാമത് ഈ ഒരു കൊലപാതകം നടക്കുമ്പോഴും അവൻ ഇവിടെ തന്നെയുണ്ട്. അതുപോലെ കഴിഞ്ഞ 6 വർഷമായിട്ട് റെഗുലറായിട്ട് അവൻ ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംശയത്തിൽ തന്നെ ഇവനൊരു ജർമ്മൻ ആയതുകൊണ്ട് ജർമ്മൻ പോലീസിനോട് ഇവനെ പറ്റി ചോദിക്കാൻ പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ, സാമുവല്, പിന്നെ ഡാനിയല്, ഇവര് 3 പേരും രണ്ടാമത് മരിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ വീട്ടിലുള്ളത് ആ പെൺകുട്ടിയുടെ അമ്മയും മുത്തശ്ശനും മാത്രമാണ്. അതുമല്ല ആ ഒരു പെൺകുട്ടിയെ പറ്റി ഇവർ നല്ലതായിട്ട് ഒരു കാര്യവും പറയുന്നില്ല. അവളുടെ ഇഷ്ടത്തിനാണ് അവൾ ജീവിക്കുന്നത്, വീട്ടിൽ എപ്പോഴാണോ വരുന്നത് പോകുന്നത് ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവളെ പറ്റി ഞങ്ങൾ കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാറില്ല എന്ന് രണ്ടാമത് മരിച്ച ആ ഒരു പെണ്ണിന്റെ അമ്മ പറയുന്നത്. ഇപ്പൊ ആ പെൺകുട്ടിയുടെ റൂമിൽ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാൻ പോയ സാമുവലിന് ഒരു ബുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബുക്ക് എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഗ്ലാഡർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുടിയനുണ്ടല്ലോ അവന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവനാണെന്ന് തോന്നി ഈ ഒരു ബുക്ക് കൊടുത്തത്. അങ്ങനെ ഇവര് വീടിനകത്ത് ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും വീടിന്റെ പുറകിലൂടെ വേറൊരുത്തനെ നമ്മൾ കണ്ടിരുന്നല്ലോ, അവനെ എന്തായാലും നമുക്ക് ജുവാൻ എന്ന് വിളിക്കാം. ഇപ്പോൾ ജുവാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവരാരും കാണാതെ വീടിന് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ സാമുവൽ അത് കാണുന്നുണ്ട്. പക്ഷെ അവനെ പിടിക്കാൻ കഴിയുന്നില്ല. അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് വരുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ഹീറോ അവനെ കണ്ടിട്ട് അവനെ അങ്ങ് പിടിക്കുന്നു. സത്യത്തിൽ ആദ്യം ഇവര് അവനെ ഒരിക്കലും സംശയിക്കത്തില്ലായിരുന്നു.
ഇവൻ പോലീസിനെ കാണുമ്പോഴത്തേക്കും പേടിച്ചോടുന്നതുകൊണ്ടാണ് അവർ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ അവിടെ പിടിച്ചു നിർത്തി അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. രണ്ടാമത് മരിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ സഹോദരനാണ് ഇവൻ. ഒരു സഹോദരൻ ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന പോലീസുകാരെ കണ്ടിട്ട് എന്തിനാ വെളിയിലേക്ക് ഓടുന്നത്? ഓക്കെ, അതെന്തായാലും നമുക്ക് മൈൻഡിൽ വെച്ചേക്കാം. അതുമല്ല, ഇവനാണെങ്കിൽ മാനസികമായിട്ട് ചെറിയ പ്രശ്നമുള്ളതുപോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ ഇവർ പറയും, ഓക്കെ, എന്തായാലും നിന്റെ സഹോദരി മരിച്ചു, എന്നാലും ചോദിക്കാൻ പാടില്ലാത്തതാണ് ഈ സമയത്ത്. പക്ഷെ കേസിന്റെ വിഷയമായിട്ട് ഞങ്ങൾക്ക് ചോദിച്ചേ മതിയാവൂ. നിന്റെ സഹോദരിക്ക് വേറെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അവൾ ആരോടൊപ്പമാണ് കൂടുതൽ നേരം സമയം ചെലവഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞിരുന്നില്ല ഇവൻ ഇത്തിരി മെന്റലി പ്രോബ്ലം ഉള്ളൊരു പയ്യനാണെന്ന്. അതുകൊണ്ട് അവൻ പറയും, അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ഈ ജോലിക്ക് സമയമായെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് വെളിയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ രണ്ടാമത് നമ്മൾ സംശയിക്കുന്നത് ആ ഒരു മുടിയനുണ്ടല്ലോ, അവനെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മുടിയൻ ഗ്ലാഡർ ഉണ്ടല്ലോ, അവന്റെ മേലിൽ എന്തെങ്കിലും കേസുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. പരിശോധിച്ചപ്പോൾ അവന്റെ മേലൊരു കേസുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ അവൻ എന്തോ കൊടൂരമായിട്ടുള്ള ചടങ്ങ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. അതിന്റെ പേരിൽ അവന്റെ മേലിലൊരു കേസുണ്ട്. അങ്ങനെ അതുകൂടി അറിയുന്നതും അവനെ തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവനുള്ള സ്ഥലത്തേക്ക് ഇവരെല്ലാവരും പോകുമ്പോഴത്തേക്കാണ് ആ സ്ഥലത്തിന്റെ ആ ഒരു ഹെഡ് ഉണ്ടല്ലോ, അയാള് ഈ സ്റ്റുഡൻസിനെല്ലാം മനുഷ്യന്റെ എവല്യൂഷൻ ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദിമകാല മനുഷ്യരെ അവർ ജീവിക്കാനായിട്ട് ഏറ്റവും കൂടുതലും പ്രയോജനപ്പെടുത്തിയത് അവരുടെ വയലൻസ് ആണ്. അത് കാരണമാണ് അവരെല്ലാവരുടെയും മുന്നിൽ ജീവിച്ചതും അവർ സ്വയം സംരക്ഷിച്ചതും. അങ്ങനെ അവരുടെ പരിണാമ മാറ്റത്തിൽ ഇപ്പൊ അവസാനം നമ്മളിലെത്തി നിൽക്കുന്നു. എന്നിരുന്നാലും അവരുടെ ഉള്ളിലുള്ള ആ ഒരു വയലൻസ് ഉണ്ടല്ലോ, അതിപ്പോഴും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നുള്ള രീതിയിൽ ഈ വയലൻസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി മാത്രമാണ് കൂടുതലായിട്ടും ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു കൂട്ടത്തിലെ ഗ്ലാഡർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുടിയനും അവന്റെ ഗേൾഫ്രണ്ടും ഉണ്ട്. ഇവനെന്തോ ഈ ഒരു വയലൻസിനെ പറ്റി കേൾക്കുമ്പോഴത്തേക്കും താൻ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ അവിടെ ഇരുന്ന് ഇങ്ങനെ അഭിമാനം കൊള്ളുന്നുണ്ട്. കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോയിനും അതിനകത്തേക്ക് ചെന്ന് ഇവരെ പിടിക്കാണ്ട് വരുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആരെന്ന് പോലും അവൻ നോക്കുന്നില്ല. പോലീസാണെന്ന് അറിഞ്ഞിട്ടും അവൻ കൈവയ്ക്കുന്നതും ഇപ്പൊ ഇവനെ പിടിക്കാൻ വേണ്ടി അവിടെ ഒരു ബഹളം തന്നെ നടക്കാണ്. അങ്ങനെ അവിടെ നിന്ന് അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നതും ഇവരെല്ലാവരും പുറകെ തന്നെ പോകുന്നുണ്ട്. അവസാനം കുറെ നേരത്തെ ആ ഒരു ചേസിങ് കഴിഞ്ഞ് എല്ലാവരും തോക്കെടുത്ത് കാണിക്കുമ്പോൾ ഇവൻ അവിടെ അനങ്ങാതെ നിൽക്കും. കറക്റ്റ് സമയത്ത് അവിടേക്ക് ആ ഒരു ഹെഡ് വന്നിട്ട്, ഗ്ലാഡർ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, അവരോടൊപ്പം പോയിട്ട് വരാൻ പറയുന്നതും ഇവനൊരു കുഴപ്പമില്ലാതെ സാധാരണ പോലെ അങ്ങ് നിൽക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയിക്കാനായിട്ടുള്ള അടുത്ത ആളായിട്ടുണ്ട്, നോട്ട് ചെയ്തു വെച്ചോ. നോക്കുമ്പോഴാണ് ആ സ്ഥലത്ത് നമ്മുടെ ജൂലിയുണ്ട്. അപ്പോൾ ജൂലി ഇവിടെ ഉണ്ടെങ്കിൽ ഗ്ലാഡറും അതേപോലെ തന്നെ രണ്ടാമത് മരിച്ച ഒരു പെണ്ണുണ്ടല്ലോ, ഇവർ രണ്ടുപേരെ പറ്റിയും ജൂലിയേക്കും അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹീറോ ജൂലിയെ വിളിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇത് കാണുമ്പോഴത്തേക്കും ഹെഡ് ഒരു വല്ലാത്ത രീതിയിൽ ഇവരെ നോക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ജൂലിയയ്ക്ക് അറിയത്തില്ലായിരുന്നു ഹീറോ ഇതുപോലെ പോലീസുകാരനാണെന്ന്. പക്ഷെ കാര്യങ്ങളെല്ലാം അവിടെ നടന്നു കഴിഞ്ഞല്ലോ. അങ്ങനെ ജൂലിയോട് ഗ്ലാഡറും അതേപോലെ തന്നെ രണ്ടാമത് മരിച്ച ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അവരെ പറ്റി അറിയുന്ന കാര്യങ്ങൾ നീ എന്നോട് പറയാൻ പറയുമ്പോൾ ജൂലി പറയും, ഗ്ലാഡർ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേരെ കൂട്ടി കാടിനകത്തേക്ക് പോയിട്ട് ആദിവാസികളുടെ ജീവിതം ജീവിക്കാറുണ്ട്. ഫോണ്, ഫുഡ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ആദിവാസികളെ പോലെ തന്നെ താമസിക്കണം. അതിന് താല്പര്യമുള്ളവർ മാത്രമായിരിക്കും അവിടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം എന്നെ അവൻ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും പോയില്ല. അങ്ങനെ ആ ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോഴത്തേക്കാണ് ഗ്ലാഡറും അതേപോലെ തന്നെ രണ്ടാമത് മരിച്ച ഒരു പെണ്ണ്. അപ്പോൾ രണ്ടാമത് മരിച്ച ഒരു പെണ്ണിനെ ഒരു പേര് കൊടുക്കണമല്ലോ. ഓക്കെ, സാറാന്ന് വിളിക്കാം. ഇല്ലല്ല, വേണ്ട, അത് വേണ്ട, നമുക്ക് ജെയിൻ എന്ന് വിളിക്കാം. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ജെയിനും ഗ്ലാഡറും കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും. അതുപോലെ അന്ന് ആ ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോഴത്തേക്കും ഇവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ആരും അറിയാതെ ഫോൺ കൊണ്ടുപോയിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിരുന്നു. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ജൂലിയ അത് നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ പ്രധാനമായിട്ടും ഗ്ലാഡറും അതേപോലെ തന്നെ ജെയിനും ഇവർ രണ്ടുപേരും ഒരു പെണ്ണിന്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഇവർ കാട്ടിൽ നിന്ന് പിടിച്ച ഒരു ആടിനെ ജീവനോടെ കൊല്ലാനായിട്ട് പറയുന്നു. പക്ഷെ ആ പെണ്ണിനാണെങ്കിലും അതിനൊന്നും താല്പര്യമില്ലാതെ അവൾ നിൽക്കുന്നത് അവളുടെ കൈ പിടിച്ച് ആ ആടിനെ കൊടൂരമായിട്ട് ഇവർ കൊല്ലുകയാണ്. അപ്പോൾ ജൂലിയ പറഞ്ഞതുപോലെ താല്പര്യമുള്ളവർ മാത്രമാണല്ലോ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ ഈ പെണ്ണിങ്ങനെ കരയണമെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തായാലും അതിനോട് താല്പര്യമില്ലാന്ന് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാവും. അങ്ങനെ ഈ കാര്യം നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്നതും ഈ പാതി കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലാഡറിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട്, ഓക്കെ, ഇനി പറയും, നീയല്ലേ ഈ രണ്ട് പെൺകുട്ടികളെയും കൊന്നത്? കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ചടങ്ങ് എന്നുള്ള പേരിലെ ഒരു പെൺകുട്ടിയെ കാടിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവളെ കൊടൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊല്ലാനായിട്ട് നീ ശ്രമിച്ചു. പക്ഷെ എങ്ങനെയാ ഒരു പെണ്ണ് രക്ഷപ്പെട്ടു? അത് ചെയ്ത നീ ഇത് ചെയ്യാനായിട്ട് ഒട്ടും മടിക്കത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. കൂടാതെ നിന്റെ ആ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ അത് ഞങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ട് സത്യം പറയുമ്പോൾ അവൻ പറയും, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അതോടെ പറഞ്ഞു നിർത്തുകയാണ്. ഇപ്പോൾ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാനും കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ സംശയിക്കുന്നത് ജുവാൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് മരിച്ച ജെയിൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ സഹോദരനെയാണ്. അവൻ മാനസികമായിട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്റെ ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത് സത്യം തന്നെയാണ്. പക്ഷെ എന്തോ ഒരു കാര്യം അവന്റെ അടുത്ത് മറിഞ്ഞിരിക്കുന്നത് പോലെ. അതെന്താണെന്ന് ഇനി കണ്ടുപിടിക്കണം. അതേസമയം സാമുവലാണെങ്കിലോ ജെയിന്റെ വീട്ടിൽ നിന്നും അവളുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നു. ഇപ്പൊ ആ ലാപ്ടോപ്പ് ഇവർ പരിശോധിക്കുമ്പോൾ
അതിനകത്ത് ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്. ഈ ആദിവാസികളെ പോലെ വേഷം ഇട്ടിട്ട് ജെയിൻ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നു. മറ്റൊരു ഫോട്ടോയിലാണെങ്കിലോ അവളുടെ കയ്യിലൊരു തലയോട്ടിയില ഇരിപ്പുണ്ട്. അതുപോലെ ആ ഫോട്ടോയിൽ ജെയിനിന്റെ പുറകിലായിട്ട് ഒരു മൃഗം നിൽക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മൃഗത്തിന്റെ തോല് യഥാർത്ഥതാണ്. അതിനെ ഈ പഞ്ഞികളെല്ലാം കയറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആരാണ്? ചാർലസ് എന്ന് പറഞ്ഞിട്ട് 6 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ടുള്ള ഒരുത്തണ്ടല്ലോ, അവനാണ്. അപ്പോൾ അവന്റെ വീടിനുള്ളിൽ വെച്ചിട്ടാണ് ഈ ഫോട്ടോ എടുത്തിട്ടുള്ളതെന്ന് ഇവർക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഹീറോയിനും പറയും, അല്ല ഇത് ചാർലസിന്റെ വീടല്ലേ, 6 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ടുള്ള ചാർലസിന്റെ വീട്ടിലേക്ക് ഇവരെന്തിനു പോകണം എന്ന് ഇവർ രണ്ടുപേരും പറയുമ്പോഴത്തേക്കാണ് സാമുവലിനെ ചാർലസിനെ പറ്റി അറിയത്തില്ല. അപ്പോൾ സാമുവൽ ചോദിക്കുമല്ല, ഈ ചാർലസിനെ പറ്റി നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ആദ്യം ഒരു പെൺകുട്ടി മരിച്ചല്ലോ, അവളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുള്ളത് ചാർലസിനെയാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ ആ സമയത്ത് രണ്ടാമതൊരു പെൺകുട്ടിയെയും കാണാതായിരുന്നു. അതിന് കാരണക്കാരൻ ചാർലസ് ആണെന്ന് പറഞ്ഞ് അവനെ അന്വേഷിച്ച് ഞങ്ങൾ പോകുമ്പോഴാണ് അവനെ കാണാതായത്. സത്യത്തിൽ ആ സമയത്ത് രണ്ടാമതൊരു പെണ്ണിനെ കാണാതായിട്ടൊന്നുമില്ല, ആ പെൺകുട്ടി അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലെങ്ങോട്ട് പോയതാണ്. അപ്പോഴാണ് അവൾ കാണാതായെന്നും പറഞ്ഞിട്ട് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചാർലസിനെ സംശയിക്കുന്നത്. ഓക്കെ, അതൊക്കെ പോട്ടെ, ലാപ്ടോപ്പിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻക്രിപ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് തിരിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും, അത് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പം അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഹീറോയിന്റെ ഭർത്താവ് വരുന്നു. സത്യത്തിൽ നമ്മുടെ ഹീറോയും തമ്മിലുള്ള ആ ഒരു വഴക്കെല്ലാം ഇവർ സംസാരിച്ച് തീർത്ത് ഈ കേസിനെ പറ്റി ഒരു ഹോട്ടലിൽ ഇരുന്ന് ഇവർ സംസാരിക്കുമായിരുന്നു. കറക്റ്റ് സമയത്ത് ആ ഒരു ഭർത്താവ് കയറി വന്ന് ഇവർ തമ്മിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളെല്ലാം ഭർത്താവിനും അറിയാം. അതുപോലെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് കാണുന്നതും ഭർത്താവ് വന്നിട്ട് പറയും, ഓ അപ്പോൾ നമ്മൾ രണ്ടുപേരും കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നീ ഇവിടെ വീണ്ടും അവനായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണോ? അതുകൊണ്ട് ഇനി എന്തായാലും നിന്നോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല, നീ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവനോടൊപ്പം ജീവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോന്നും പറഞ്ഞ് ഹീറോയിനോട് വഴക്കിട്ട് അവളുടെ ഭർത്താവ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ സാമുവൽ ഹീറോയിനെ വിളിക്കുന്നത്. ആ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അവനിപ്പോൾ അത് തിരിച്ചെടുത്തു, ആ വീഡിയോ നിങ്ങൾക്ക് അയക്കാമെന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹീറോയിനും രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നു. വീഡിയോ കാണുമ്പോഴത്തേക്കാണ് ചാർലസിന്റെ വീട്ടിൽ വെച്ചിട്ട് ജെയിൻ എടുത്തൊരു വീഡിയോ ആണത്. ഇപ്പോൾ ആ വീഡിയോയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അവള് വീഡിയോ എടുക്കുന്ന ആ ഒരാളോട് പറയും, ഓക്കെ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നിനക്ക് എന്നെ കിട്ടണമെന്ന് നല്ല താല്പര്യം ഉണ്ടല്ലേ, ശരി തരാം, വെയിറ്റ് ചെയ്യ്, അതിനു മുന്നേ ഞാൻ ഓരോ ഡ്രസ്സായിട്ടായിരിക്കും, അത് പതിയെ സമാധാനമായിട്ട് നീ വീഡിയോ എടുക്കണം, അത് കഴിഞ്ഞ് മാത്രമേ എന്തുവേണമെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ എടുപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തത് ആരാണെന്ന് ഇനി കണ്ടുപിടിക്കണം. അതുമല്ല ഈ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മുടെ സാമുവൽ കണ്ടുപിടിച്ചിട്ട് അത് ഹീറോയിന് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ആദ്യം അയക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയതുകൊണ്ട് തന്നെ ആ ലൊക്കേഷൻ അന്വേഷിച്ച് പോകുമ്പോൾ അതൊരു കാടിന് നടുവിലുള്ള വീടാണ്. ഇവർ സംശയിച്ചതുപോലെ തന്നെ അത് ചാർലസിന്റെ വീട് തന്നെയാണ്. അപ്പോൾ ഹീറോയിൻ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞു. അവളിപ്പോൾ അകത്തേക്ക് കയറിയിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ ഇവിടേക്ക് വരികയാണ്. ആ സമയത്ത് ഹീറോയിന്റെ പുറകിലൂടെ ആരോ വന്നിട്ട് എന്തോ ഒരു കാര്യം വെച്ചിട്ട് ഹീറോയിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അവിടെയാണ് ഒരു ടെസ്റ്റ്. ഹീറോയിൻ അടിക്കുന്നത് വേറെ ആരുമല്ല, ജെയിൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ സഹോദരനായിട്ടുള്ള ജുവാൻ ഉണ്ടല്ലോ, അവനാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നു. എന്നിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇതിന് മുന്നേ കൊന്ന 2 പെൺകുട്ടികളുണ്ടല്ലോ, അവരെ എങ്ങനെയാണോ കൊന്നിട്ട് ഒരിടത്തേക്ക് കിടത്തിയേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ കിടത്തിയേക്കുന്നു. പോയി ഹീറോയിന്റെ കഥ കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. ഹീറോ ചെന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഹീറോയിന് ജീവനുണ്ട്. അതുകൊണ്ട് ഹീറോയിനെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഈ ഗ്യാപ്പിൽ തന്നെ ജുവാൻ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ഇവർ തമ്മിൽ ആ ഒരു വഴക്കായതിനുള്ള കാരണം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ 6 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയിനും ഒരുമിച്ചായിരുന്നല്ലോ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഹീറോയിൻ പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കാണ് ചാർലസ് എന്ന് പറഞ്ഞ അവനെ ആദ്യത്തെ ആ ഒരു കൊലപാതകത്തിൽ ഇവർ സംശയിക്കുന്നത്. ഇപ്പൊ അവനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവൻ ആ ഒരു സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, വേറെ ഏതൊരു സ്ഥലത്തായിരുന്നു എന്ന്. അങ്ങനെ അവൻ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലെ CCTV പരിശോധിക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായതായിട്ട് ഒരു തെളിവുമില്ല. അതുകൊണ്ട് അവൻ കള്ളം പറഞ്ഞാണെന്ന് ഇവർക്ക് മനസ്സിലാവും. അതുമല്ല അതേസമയം രണ്ടാമതൊരു പെൺകുട്ടിയെ കാണാതായെന്നും പറഞ്ഞ് ഒരു പരാതി ഇവർക്ക് കിട്ടുമ്പോഴത്തേക്കും അതിനും കാരണം ചാർലസ് ആണ്. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാനായിട്ട് ഹീറോയോട് പറയുമ്പോൾ ഹീറോയിൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് ആ കാണാതായിട്ടുള്ള പെൺകുട്ടിയാണല്ലോ, അവളെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു കാര്യത്തിൽ ഹീറോ അത്ര ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അതുകൂടി ആകുമ്പോഴത്തേക്കാണ് ഹീറോയിന് നല്ല ദേഷ്യം വന്ന് ഇതിൽ ഇവർ രണ്ടുപേരും വഴക്കിടുന്നതും ആ ഒരു വഴക്ക് പിന്നെ വലുതായിട്ട് മാറുന്നത്. ഇപ്പൊ ഇത്രയും കാര്യം കാണിച്ചിട്ട് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ അടുത്ത് തന്നെ നിൽക്കാണ്. അതുമല്ല ചാർലസിന്റെ ആ ഒരു സ്റ്റുഡിയോ ഇവർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവിടേക്ക് ഫോറൻസിക് ടീം പോയിട്ട് ഇപ്പൊ ആ സ്ഥലം മുഴുവനായിട്ട് നല്ലതുപോലെ പരിശോധിക്കുന്നതും അവിടെ നിന്ന് ഇവർക്കൊരു തലയോട്ടി കിട്ടുകയാണ്. ഇപ്പൊ എന്തായാലും ഇത് ആരുടേതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് ലാബിലേക്ക് അയക്കുന്നു. അതേപോലെ തന്നെ അവിടെ നിന്ന് മറ്റൊരു ക്യാമറയും കിട്ടുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ക്യാമറ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലുള്ള വീഡിയോയും ഫോട്ടോസും വേറൊന്നുമല്ല, ജെയിൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ലാപ്ടോപ്പിൽ നിന്നും ഏതൊക്കെ വീഡിയോ ഫോട്ടോസാണ് കിട്ടിയത് അത് തന്നെയാണ് ഈ ക്യാമറയിലുള്ളത്. അതുമല്ല ലാപ്ടോപ്പിലില്ലാത്ത കുറെ കാര്യങ്ങൾ ഈ ക്യാമറയിലുണ്ട്. അതിലാണെങ്കിലോ 1-2 ടെസ്റ്റും ഉണ്ട്. വേറെ ഒന്നുമല്ല, ആ വീഡിയോ എടുത്തവനാണെങ്കിൽ ക്യാമറ താഴേക്ക് വെച്ചിട്ട് ജെയിൻ അടുത്തേക്ക് പോകുന്നുണ്ട്. അത് വേറെ ആരുമല്ല,
അവളുടെ സഹോദരനായിട്ടുള്ള ജുവാൻ തന്നെയാണ്. അപ്പോൾ ജെയിൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് തന്റെ സഹോദരനെ തന്നെ വെച്ചിട്ട് എന്ത് കാര്യമാണ് ചെയ്യുന്നത് നോക്ക്. അപ്പൊ ഇത് കാരണമാണ് ജുവാൻ അവളുടെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് എപ്പോഴും പേടിക്കുന്നത്. അതുമല്ല അവന്റെ വീട്ടുകാർക്ക് ഈ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് അവന്റെ അമ്മയ്ക്കും മുത്തച്ഛനും ജെയിനെ ഒട്ടും കണ്ടുകൂടാത്തതും അവളോട് അത്ര ദേഷ്യമുള്ളതും. കാരണം മാനസികമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു പയ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആർക്കായാലും ദേഷ്യം വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഗ്ലാഡർ എന്ന് പറഞ്ഞാൽ അവന്റെ മേളിൽ നിന്നുള്ള അവർ സംശയമല്ല ഇപ്പോൾ ജുവാൻ എന്ന് പറഞ്ഞാൽ ഹിവന്റെ മുകളിലേക്കാവുന്നു. അതുകൊണ്ട് ജുവാനെ പറ്റി ചോദിക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ മകൻ എന്തായാലും ആരെയും കൊല്ലാൻ പോകുന്നില്ല, ഇതിനെല്ലാം കാരണം അവന്റെ സഹോദരി ജെയിൻ ഉണ്ടല്ലോ അവള് തന്നെയാണ് എന്നും പറഞ്ഞിട്ട് അവര് നല്ലതുപോലെ ദേഷ്യം സംസാരിക്കുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഹീറോയിന് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു വന്നു. എന്നിട്ട് ഹീറോയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച്, അല്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ, ജുവാനും അവന്റെ സഹോദരി എന്തുകൊണ്ട് ചാർലസിന്റെ വീട്ടിലേക്ക് പോയത് എന്ന് ഹീറോയോട് ചോദിക്കുമ്പോഴാണ് ഹീറോ പറയുന്നത്, അത് വേറെ ഒന്നുമല്ല, 6 വർഷങ്ങൾക്ക് മുന്നേ ചാർലസിന്റെ സഹായിയായിട്ട് ആ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാനായിട്ടാണ് ജുവാൻ നിന്നിരുന്നത്. ചാർലസ് പോയതിനു ശേഷം ആ ഒരു സ്റ്റുഡിയോ എന്തോ അവന് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ അവൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ജുവാന്റെ മുത്തശ്ശൻ വെളിയിലേക്ക് വന്ന് ഹീറോയിനോട് പറയും, സോറി മോളെ, എന്റെ കൊച്ചുമകൻ നിന്നെ അറിയാതെ അടിച്ചു എന്നും പറഞ്ഞ് അവനാണ് കൊലയാളി എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്, അവനൊരു പാവമാണ്. ഒരുപക്ഷെ അവനെ നിങ്ങൾ പിടിച്ചാലും അവനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എന്റെ കൊച്ചുമാള് ചെയ്ത തെറ്റില് ഇപ്പൊ അവനെയാണ് നിങ്ങൾ സംശയിക്കുന്നത്, അതൊന്ന് നോക്കി ചെയ്യണമെന്ന് ആ ഒരു മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ്. എന്താന്ന് വെച്ചാൽ കാണാതായിട്ടുള്ള ജുവാനെ ഇവർ കണ്ടുപിടിച്ചു. ജീവനോടെയല്ല, ഇപ്പോൾ 2 പെൺകുട്ടികളെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെ അവന്റെ ദേഹത്തിന് ഡ്രസ്സൊന്നും ഇല്ലാതെ അവരെ കൊന്നുവെച്ച അതേ സ്ഥലത്ത് തന്നെ അവനെ കൊന്നുവെച്ചേക്കുന്നു. അവനെയും വിഷം കൊടുത്ത് തന്നെയാണ് കൊന്നിട്ടുള്ളത്. അവന്റെ ചുണ്ട് നീല നിറത്തിലാണുള്ളത്. പക്ഷെ ഇവിടെയാണ് പ്രധാനമായിട്ട് സംശയിക്കേണ്ട മറ്റൊരു കാര്യം. നമ്മുടെ ഹീറോയിനെ ജുവാൻ അടിച്ചിട്ടിട്ട് അവൻ അവിടുന്ന് രക്ഷയോട്ട് പോവല്ലോ. ആ സമയത്ത് തന്നെ ജയിലിൽ അടച്ചിട്ടിരുന്ന ഗ്ലാഡറിനെ അവനെതിരെ തെളിവുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ റിലീസ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ജുവാനെ കൊന്നത് ഒരുപക്ഷെ അവനായിരിക്കാം എന്നുള്ളൊരു സംശയം ഇവർക്കുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ഇവർ സംശയിക്കുമ്പോഴത്തേക്കും അടുത്ത ഒരു 1.5 ടെസ്റ്റ്, ചാർലസ് എന്ന് പറഞ്ഞ അവന്റെ ആ ഒരു സ്റ്റുഡിയോയിൽ നിന്നും ഇവർക്കൊരു തലയോട്ടി കിട്ടിയിരുന്നല്ലോ. അത് വേറെ ആരുടെയും തലയോട്ടിയല്ല, 6 വർഷങ്ങൾക്ക് മുന്നേ കാണാതായെന്ന് പറഞ്ഞ് ചാർലസിന്റെ തന്നെ തലയോട്ടിയാണ്. ഷടാ, ഇതൊരു പ്രതീക്ഷിക്കാത്ത കാര്യമായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ചാർലസിനെ കാണാതായതല്ല, അവൻ ആ സമയത്ത് തന്നെ മരിച്ചിരുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി, എന്റെ അമ്മ ടെസ്റ്റുകളോടെ ടെസ്റ്റ്, ജെയിൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് മരിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ നഖത്തിനടിയിൽ നിന്നും ഇവർ കണ്ടുപിടിച്ചൊരു DNA മാച്ച് ആവുന്നത് ഗ്ലാഡർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുടിയന്റെ. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയാണ് കൊലയാളി എന്നിവർ കൺഫേം ചെയ്ത് എന്തായാലും അവനെ പിടിച്ചേ മതിയാവുള്ളെന്നും പറഞ്ഞ് അവനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കാണ് അവൻ വീണ്ടും എക്സ്പെരിമെന്റ് എന്നും പറഞ്ഞിട്ട് കുറെ ആളുകളെയും കൂട്ടി ഈ കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലം അറിയാവുന്ന ഒരേ ഒരാൾ നമ്മുടെ ടീച്ചറായിട്ടുള്ള ജൂലിയ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജൂലിയനെ വിളിച്ചിട്ടാണ് ഇവര് ആ കാടിനുള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ജൂലിയ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട്, ഇവര് രണ്ടാമത് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിനിടയിൽ കാനിബലിസം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ വരെ തിന്നുന്ന ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് അവർ പോകാൻ പോകണം, എന്തായാലും ഇപ്പൊ നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു വണ്ടി ഓടിച്ച് കാടിനകത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ സാമുവലി അടുത്തൊരു ടെസ്റ്റ് വീണ്ടും ഇവർക്ക് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 പെൺകുട്ടികളെ കൊന്ന അതേ കൊലയാളി തന്നെയാണ് ജുവാൻ എന്ന് പറഞ്ഞ അവനെ കൊന്നത് എന്നാണല്ലോ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, ജുവാൻ സൂയിസൈഡ് ചെയ്തതാണ്. എന്ത്? അതെ, ആദ്യത്തെ 2 വിക്ടീമുകളുടെയും ശരീരത്തിൽ നിന്ന് കിട്ടിയ അതേ വിഷമല്ല ഇവന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. സത്യത്തിൽ അത് വിഷം പോലും അല്ല, അവന് കഴിക്കേണ്ട മരുന്ന് അധികമായിട്ടും കഴിച്ചിട്ടാണ് അവൻ മരിച്ചത്. അങ്ങനെയാണെങ്കിൽ അവനെ കൊന്നതല്ല, അവൻ സൂയിസൈഡ് ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ അവർ മാനസികമായിട്ട് ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ പേടിയിലും വിഷമത്തിലെല്ലാണ് അവൻ മരണപ്പെട്ടത്. ഓക്കെ, അതെന്തോ ആവട്ടെ. ഇപ്പോൾ രണ്ടാമത് മരിച്ച ജെയിൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ കൊന്നത് എന്തായാലും മുടിയൻ തന്നെയാണ്. പക്ഷേ 6 വർഷങ്ങൾക്ക് മുന്നേ മരിച്ച ആ ഒരു പെണ്ണല്ലോ, അവളെ കൊന്നത് മുടിയനാണോ അതോ ചാർലസ് ആണോ? ഇതിലാണ് സംശയം. ഒരുപക്ഷെ 2 പേരും കൂടി ചേർന്നിട്ടായിരിക്കാം ആ ഒരു പെണ്ണിനെ കൊന്നത്. എന്തായാലും അവനെ പിടിച്ച് ചോദിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവരിപ്പോൾ ആ ഒരു കാടിനുള്ളിലേക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെയും അതേപോലെ തന്നെ ജൂലിയനെ ഒരിടത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളവർ കാടിനകത്തേക്ക് പോകുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ ഹീറോയുടെ മുന്നിൽ മുടിയന്റെ ആളുകളൊന്നും നിൽക്കുന്നു. അങ്ങനെ അവരെ പിടിക്കാനായിട്ട് ഹീറോ പോകുമ്പോഴത്തേക്കും പുറകിലൂടെ വന്ന മുടിയൻ ഹീറോയുടെ മുകളിലേക്ക് ചാടി വീണ് ഹീറോയെ അടിച്ച് താഴെ കെട്ടിട്ട് ഒരു കല്ലെടുത്ത് ഹീറോയെ ഇടിച്ച് കൊല്ലാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ മുടിയന്റെ നെഞ്ചിലൂടെ ഒരു കുന്തം വെളിയിലേക്ക് ഇറങ്ങാണ്. മുടിയൻ മരിച്ച് താഴേക്ക് വീഴുന്നതും അത് ചെയ്തത് വേറെ ആരുമല്ല, ജൂലിയ. അപ്പോൾ നമ്മുടെ ഹീറോയെ എന്തായാലും മുടിയന്റെ കയ്യിൽ നിന്ന് ജൂലിയെ രക്ഷിച്ചു. അങ്ങനെ ഒരാളെ കൊന്നത് ജൂലിയക്ക് നല്ല പേടിയുണ്ട്, ശരീരം കിടന്നങ്ങനെ വിറയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജൂലിയ ഹീറോയോട് പറയും, ഇന്ന് ഒരു രാത്രി എന്നോടൊപ്പം നിൽക്കാവോ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ 2 പേരും ഇതിനു മുന്നേ തന്നെ നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നതുകൊണ്ട് ഹീറോ അതിനെ സമ്മതിച്ചിട്ട് അവളോടൊപ്പം പോവാണ്. അപ്പോൾ ഹീറോയിൻ ഈ കാര്യം ഹീറോയോട് ചോദിക്കാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഹീറോയിൻ നേരെ ആ ഒരു ഹെഡ് ഉണ്ടല്ലോ അയാളെ കാണാനായിട്ട് പോവും. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു ഹെഡിന് അത്രയും വിഷമം വേറൊന്നുമല്ല, മുടിയൻ ഗ്ലാഡർ ഉണ്ടല്ലോ അവൻ മരിച്ചതുകൊണ്ട്.
അപ്പോൾ ഹീറോയിൻ അയാളോട് പറയും, കേസ് എന്തായാലും അവസാനിച്ചു, ഞാനിവിടെ നിന്ന് നാളെ പോവും. എന്നിട്ട് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല അവസാനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാനിപ്പോൾ എന്ത് പറയാനാ, ആദ്യം മുതൽ തന്നെ ആദിമകാല മനുഷ്യർ എപ്പോഴും വയലൻസ് ആണ് കൊണ്ടു നടക്കുന്നത്, അവരുടെ ഉള്ളിൽ വയലൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം എൻ്റെ സ്റ്റുഡൻസിനോട് അത് മാത്രം പറഞ്ഞ് അവരും അതുവഴി തന്നെ ചിന്തിക്കാൻ തുടങ്ങി. നിനക്കൊരു കാര്യം അറിയോ, 4 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ആദ്യമായിട്ട് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ കേസ് റിവീലായി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ഒരു ആദിവാസി പെൺകുട്ടിയെ നോക്കാൻ കഴിയാതെ അവർ കൊന്നെന്ന്. ആ കാര്യമാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. സത്യത്തിൽ ആ പെൺകുട്ടിയെ പെട്ടെന്ന് തന്നെ അവർ കൊന്നില്ല. ഒരു 6-7 വർഷം അവർ ആ പെൺകുട്ടിയെ നല്ലതുപോലെ സ്നേഹത്തോടെ ലാളിച്ച് തന്നെയാണ് വളർത്തിയത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജിന് മേലെ ഇനി ആ പെൺകുട്ടിയെ നോക്കാൻ കഴിയത്തില്ല എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് ആ പെൺകുട്ടിയെ അവരെ ആ രീതിയിൽ കൊന്നത്. അപ്പം ഇത്രയും വർഷം ആ പെൺകുട്ടിയെ അവർ നല്ലതുപോലെ നോക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഉള്ളിൽ വയലൻസ് മാത്രമല്ല, സ്നേഹം, കരുണ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ അതിനെപ്പറ്റി പറയാതെ വയലൻസിനെ പറ്റി മാത്രമാണ് അവർക്ക് ക്ലാസ് എടുത്തത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഹെഡ് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോയെ കൂട്ടിയിട്ട് ജൂലിയ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ വേറെ ഒന്നിനുമല്ല, രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിൻ ഹെഡിനോട് പറയും, ഓക്കെ, എന്തൊക്കെയായാലും ഈ ഒരു കേസിൽ ഞങ്ങളെ കൂടുതലും സഹായിച്ചത് ജൂലിയാണ്. അവളാണ് ഗ്ലാഡർ എവിടെയുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അതനുസരിച്ച് ആ ഒരു കാടിനുള്ളിലേക്ക് നമ്മൾ പോയത്. കൂടാതെ ഈ 6 വർഷമായിട്ട് അവൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ജൂലി ഒരിക്കലും പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഗ്ലാഡറിനെ ഞങ്ങൾ സംശയിക്കത്ത് പോലില്ലായിരുന്നു. അതുകൊണ്ട് അവനെ പിടിക്കാനായിട്ട് സഹായിച്ചതിൽ വലിയൊരു പങ്ക് അവൾക്കുമുണ്ട്. അവളൊരു നല്ല പെൺകുട്ടിയാണല്ലേ എന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു ഹെഡ് പറയുന്നത്, എന്താ സെൽവിയ, അത് ഗ്ലാഡർ മാത്രമാണ് 6 വർഷമായിട്ട് ഇവിടെ വരുന്നത്, ജൂലിയയും 6 വർഷമായിട്ട് ഇവിടെ വന്നും പോയി നിൽക്കാണ്. പക്ഷെ 6 വർഷങ്ങൾക്ക് മുന്നേ ജൂലി ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. ആ സമയത്ത് അവളുടെ അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുമല്ല, അവളുടെ അച്ഛന് കൊടുക്കാനായിട്ട് അവൾ കുട്ടിക്കാലത്ത് സാൻഡ്വിച്ച് എല്ലാം ഇവിടേക്ക് എടുത്തുകൊണ്ട് വരുമായിരുന്നു. അതുമാത്രമല്ല, 6 വർഷങ്ങൾക്ക് മുന്നേ ആദ്യത്തെ കൊലപാതകം നടന്നതിന് ശേഷം രണ്ടാമതൊരു പെൺകുട്ടിയെ കാണാതായെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ പെൺകുട്ടി വേറെ ആരുമല്ല, അത് ജൂലിയാണെന്ന് പറയുന്നത് ഇത് ഹീറോയിന് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. അതേസമയം ഇവിടെ ജൂലിയെ കാണിക്കുമ്പോൾ ഹീറോയും ജൂലിയയും അവർ തമ്മിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ജൂലിയ പറയും, അപ്പോൾ നാളെ നീ എന്നെ വിട്ടിട്ട് പോവില്ലേ? ആ കുഴപ്പമില്ല, എന്തായാലും ഞാനത് നോക്കിക്കോളാന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഏയ് അതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ, ഇനി നിനക്ക് എൻ്റെ നാട്ടിലേക്ക് വരാലോ, അവിടെ വെച്ചിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുമല്ല, നീ എന്നെ രക്ഷിച്ചതിൽ നിന്നോട് എനിക്ക് എപ്പോഴും നന്ദി ഉണ്ടാവും എന്ന് ഹീറോ പറഞ്ഞു വെക്കുന്നതും അപ്പോഴും തന്നെ ജൂലിയ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ 6 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ എന്നെ രക്ഷിക്കാണ്ട് വന്നില്ലല്ലോ. 6 വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടി മരിച്ച് ആ കേസ് അവസാനിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമതൊരു പെൺകുട്ടിയെ കാണാതെ എന്നുള്ള വിവരം നിങ്ങൾക്ക് വന്നിരുന്നു. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പോലും പോയിരുന്നില്ല. ആ പെണ്ണ് വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാണടാ. അന്ന് എന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ എന്നിപ്പോൾ ജൂലിയ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നതും ഇപ്പൊ അതിലാണ് ഇത്രയും നേരം ചാർലസ് എന്ന് പറഞ്ഞ ഒരുത്തന്റെ പേര് മാത്രം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അവനെ കാണിക്കുന്നത് സത്യത്തിൽ ജൂലിയെ കടത്തിക്കൊണ്ട് പോയത് അവനായിരുന്നു. ആദ്യം മരിച്ച ആ ഒരു പെൺകുട്ടിയെ കൊന്നതും ചാർലസ് ആണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അവന്റെ ആഗ്രഹമെല്ലാം കഴിഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് വിഷം കൊടുത്ത് അവളെ കൊല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മുടെ ജൂലിയനെയാണ് അവൻ തട്ടിക്കൊണ്ട് പോയത്. അതുപോലെ അവൻ കൊന്ന ആ ഒരു പെണ്ണിന്റെ കാര്യം ജൂലിയോട് പറഞ്ഞിട്ട് തന്നെയാണ് അവളുടെ മുന്നിൽ വെച്ചും അവൻ ഇതുപോലെയെല്ലാം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവളെയൊന്നും അവൻ ചെയ്യത്തില്ല, കാരണം അതിനുള്ളൊരു കഴിവ് അവനില്ലാതെ പോയി. അതുകൊണ്ട് അവൻ ആ ഒരു വികാരം വരാൻ വേണ്ടി ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ അതിന് തൊട്ട് ആ ഒരു ഫീലിങ്സ് വരുത്തുമല്ലോ, അതുപോലെയെല്ലാം ചെയ്യാണ്. അതുപോലെ അവൻ ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം അറിഞ്ഞ ജൂലിയാണെങ്കിലും ആ സമയത്ത് തന്നെ അവർക്ക് ഇതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യം വന്ന അവസാനം ചാർലസിനോട് പറയും, ഇത്രയും പെണ്ണുങ്ങളോട് നീ ഇതെല്ലാം ചെയ്തെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അത് ചെയ്ത് കാണിച്ചാ, നീ ഒരാളാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് അത് ചെയ്യാൻ പറയുന്നതും ചാർലസിന് ദേഷ്യം വന്ന് ജൂലിയെ ഒരു ഒറ്റ ചവിട്ട്. അപ്പൊ വീഴുമ്പോഴത്തേക്ക് ആ ഒരു ചെയറും പൊട്ടിയിട്ട് ജൂലിയെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ചാർലസിനെ തള്ളിക്കളഞ്ഞ് വെളിയിലേക്ക് ഓടും. അങ്ങനെ രക്ഷപ്പെട്ട് കാടിനുള്ളിലൂടെ ഓടുമ്പോഴത്തേക്കാണ് ഗ്ലാഡർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുടിയനുണ്ടല്ലോ അവനെ ആദ്യമായിട്ട് കാണുന്നത്. അതുപോലെ ഇവൻ ഈ ഒരു കാട്ടുവാസി ജീവിതം അതാണ് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ വയലൻസ് എന്നുള്ള കാര്യം അവൻ എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ജൂലിയെ രക്ഷിച്ച് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ചാർലസിന്റെ കാര്യം മനസ്സിലാക്കി ചാർലസിനെ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഒരു കത്തിയെടുത്ത് ജൂലിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവനെ കൊല്ലാൻ പറയും. ഇത്രയും ദേഷ്യം അവനോട് ജൂലിയക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് ജൂലിയ ചാർലസിനെ അവിടെ വെച്ച് തന്നെ ഒരുപാട് തവണ അവന്റെ വയറിൽ കുത്തിയിട്ട് ചാർലസിനെ കൊടൂരായിട്ട് കൊല്ലുന്നു. അങ്ങനെ ചാർലസിനെ കൊല്ലുന്നത് സത്യത്തിൽ നമ്മുടെ ജൂലിയായിരുന്നു. അതിനുശേഷം ജൂലിയക്ക് ഗ്ലാഡർ എന്ന് പറഞ്ഞാൽ അവനോട് അത്ര ഇഷ്ടമായി, കാരണം അവളുടെ ജീവൻ രക്ഷിച്ചൊരുത്തനാണല്ലോ. പക്ഷെ അങ്ങനെയുള്ള ഒരുത്തനെ ഇവളെന്തിനെ ഈ പോലീസുകാർക്ക് ഒറ്റ കൊടുക്കണം? ഇപ്പൊ ഹീറോയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. ഹീറോ ചോദിക്കും, അല്ല അതെനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു പെൺകുട്ടി ജെയിനെ കൊന്നത് ഗ്ലാഡർ അല്ലേ എന്ന് ചോദിക്കുന്നത് ജൂലി പറയും, അല്ല അതറിഞ്ഞിട്ട് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നെ? 6 വർഷങ്ങൾക്ക് മുന്നേ നീ എന്നെ രക്ഷിച്ചില്ല, അതുകൊണ്ട് നീയും മരിച്ചു പോകുന്നു പറഞ്ഞ അവരെ തലയിലേക്ക് ഒരു കല്ലെടുത്തൊരു ഒറ്റയിടി
എന്നിട്ട് ഹീറോയുടെ തോക്കും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ജൂലിയന് സംശയം വന്നതും അവള് നേരെ പോകുന്നത് ഗ്ലാഡറിന്റെ ഫോൺ പരിശോധിക്കാൻ വേണ്ടി. ഇപ്പൊ അവന്റെ ഫോണിലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഗ്ലാഡറും ജെയിൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നിർബന്ധിച്ച് ഒരു ആടിനെ കൊല്ലാനായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ. ആ വീഡിയോയില് അവര് മാത്രമല്ല അവരോടൊപ്പം തന്നെ ജൂലി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഗ്ലാഡറിനോടൊപ്പം അവന്റെ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഓരോ സമയവും നമ്മുടെ ജൂലിയ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ജൂലിയ അവരോടൊപ്പം പോയ കാര്യം ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇവർ തമ്മിൽ വലിയ രീതിയിൽ കണക്ഷൻ ഒന്നും ഇല്ലാന്ന് മാത്രമാണ് ജൂലിയ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്, പോലീസിന്റെ മുഴുവൻ സംശയവും ഗ്ലാഡറിന്റെ മേളിലേക്ക് മാറണം. അതിനു വേണ്ടിയിട്ടാണ് ജൂലിയ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ ഓക്കെ ഇപ്പൊ ജൂലിയ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ തന്നെ അറിയാലോ ഹീറോ ആയിട്ടാണ് ജൂലിയ പോയതെന്നുള്ള കാര്യം. അതുകൊണ്ട് ഹീറോയിൻ പെട്ടെന്ന് കാറും എടുത്ത് നമ്മുടെ ഹീറോ എവിടെയെന്നുള്ള ആ ഒരു ലൊക്കേഷൻ അവന്റെ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇപ്പോ ഹീറോ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവരവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ജൂലിയ ഹീറോയുടെ കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോ ഹീറോയിൻ ജൂലിയുടെ പിറകെ തന്നെ കാർ എടുത്തുകൊണ്ട് പോകുന്നു. സാമുവലാണെങ്കിലോ നമ്മുടെ ഹീറോ മയങ്ങി കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് ഹീറോയെ കണ്ടുപിടിക്കും. ഹീറോ എന്തായാലും മരിച്ചിട്ടില്ല. അങ്ങനെ ഹീറോയിൻ ജൂലിയെ ഫോളോ ചെയ്ത് പോകുന്നതും ഒരിടത്ത് വെച്ചിട്ട് ജൂലിയെ കാർ നിർത്തി ഒരു പാലമുണ്ട്. ആ പാലത്തിനടുത്ത് നിന്നും വലിയൊരു മലയാണ്. അതിന്റെ വശത്തൂടെ ഒരു വഴിയുണ്ട്. അതുവഴിയെ നടന്നു പോകുന്നു. ഹീറോയിന് പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം ജൂലിയുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. ഒരിടത്ത് എത്തുമ്പോഴത്തേക്കും ജൂലിയെ കാണുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കാണ് ജൂലിയ ഒളിച്ചു നിന്നിട്ട് നമ്മുടെ ഹീറോയിനെ തടഞ്ഞു വെക്കും. അതുപോലെ ജൂലിയുടെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് ഹീറോയിൻ ഒന്നും ചെയ്യാനും കഴിയത്തില്ല. അങ്ങനെ ആ തോക്കിൻ മുനയിൽ ഹീറോയിനെ കൊണ്ട് മുന്നിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഹീറോയിൻ അവൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം ജൂലിയോട് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയോട് എന്ത് കഥയാണോ പറഞ്ഞത് അതേ കഥ തന്നെ ഹീറോയിനോട് ജൂലിയ പറയുന്നുണ്ട്. പക്ഷേ കഥയുടെ പകുതി മാത്രമേ അവൾ പറഞ്ഞിട്ടുള്ളൂ. ഗ്ലാഡർ എന്ന് പറഞ്ഞ അവനെ ജൂലിയക്ക് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം അതേപോലെ തന്നെ ജെയിൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കൊന്ന ആരാണ്, ഇത് രണ്ടും അറിയണം. ഇതാരാണ് ചെയ്തതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് ജൂലിയക്ക് ഗ്ലാഡറിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ അവനെ ഇഷ്ടപ്പെട്ട് നടക്കുമ്പോഴത്തേക്കാണ് അതിനിടയിലേക്ക് ജെയിൻ കയറി വരുന്നതും അതിലൂടെ ജെയിനും ഗ്ലാഡറും ഇഷ്ടത്തിലാവുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ജൂലിയൻ എങ്ങനെ ഉണ്ടാവും? രണ്ടുപേരോടും നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് ചാർലസ് എന്ന് പറഞ്ഞ അവൻ ആദ്യത്തെ ആ ഒരു പെണ്ണിനെ കൊന്ന് ശരീരത്തിൽ ഡ്രസ്സൊന്നും ഇല്ലാത്ത രീതിയിൽ വെച്ചല്ലോ. അതുപോലെ തന്നെ ജെയിനും വിഷം കൊടുത്ത് ജൂലിയ അവളെ കൊല്ലുമായിരുന്നു. എന്നിട്ട് ചാർലസ് ചെയ്തതുപോലെ തന്നെ ജെയിനിനെയും അവിടെ കൊണ്ട് കിടത്തും. അപ്പോൾ എല്ലാവരും വിചാരിക്കും കാണാതെ പോയിട്ടുള്ള ചാർലസ് തന്നെയാണ് വീണ്ടും തിരിച്ചു വന്നിട്ട് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സംശയം ഒരിക്കലും ജൂലിയന്റെ മേളിലേക്ക് വരത്തുമില്ല. അതുമല്ല, രണ്ടാമതായിട്ട് അവൾ ആരെയാണ് കൂടുതലായിട്ട് സ്നേഹിച്ചത്? ഗ്ലാഡറിനെ. അവൻ ഇവളെ ചതിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവനോടുള്ള ഒരു ദേഷ്യം കാരണമാണ് കുറ്റം മുഴുവനായിട്ട് അവന്റെ മേളിലിട്ട് ഹീറോയോട് ഓരോ കള്ളക്കഥകളായിട്ട് പറഞ്ഞ് അവസാനം ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ അവനെയും കൊല്ലുന്നു. ഇപ്പൊ അങ്ങനെ കൊന്നു കഴിയുമ്പോഴത്തേക്കും ജൂലിയുടെ മേളിൽ ഇവർക്ക് വേറെ സംശയം ഉണ്ടാവത്തില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇവൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊല്ലണം. അതിനുവേണ്ടി ഹീറോയിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ചെറിയൊരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു തോക്ക് തട്ടിക്കളഞ്ഞ് ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറെ നേരം ഫൈറ്റ് ചെയ്തതിന് അവസാനം ഹീറോയിൻ ജൂലിയെ ഒരു ചവിട്ട് ഓട്ടുന്നതും അവള് തെറിച്ച് ഈ പാലത്തിൽ നിന്ന് താഴേക്ക് വീഴാണ്. പക്ഷേ താഴെ പോകുന്നില്ല. അതിനു മുന്നേ ഒരു കമ്പിയിൽ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്ന് ഹേയ് ജൂലിയ എന്റെ കയ്യിൽ പിടിക്കും മുകളിലേക്ക് പോകാന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് പിടിക്കാണ്ട് വരുമ്പോഴത്തേക്കും അവള് പറയും അത്ര അഹങ്കാരം നിന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് ജീവിക്കണമെന്നില്ല എന്നും പറഞ്ഞ് അവള് തന്നെ സ്വയം കൈവിട്ട് നേരെ താഴേക്ക് വീണ് ജൂലിയ അവിടെ വെച്ച് മരിക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ കേസ് അവസാനിച്ചു. ആദ്യത്തെ പെണ്ണിനെ കൊന്നത് ചാർലസിനെ കൊന്നത് ജൂലിയ. അതേപോലെ തന്നെ രണ്ടാമത്തെ ജെയിൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കൊന്നതും ജൂലിയ തന്നെയാണ്. ഇതോടെ ഈ ഒരു കേസ് അവസാനിച്ച് ഹീറോയിനും വീണ്ടും കണ്ടുമുട്ടുന്നതും ഇതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരൊക്കെ നമ്മുടെ ഈ ഒരു കഥയോടൊപ്പം തന്നെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, ആരൊക്കെ കണ്ടുപിടിച്ചു എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കാം. കൂടാതെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അതിനെപ്പറ്റി മറക്കാതെ ചെക്ക് ചെയ്തേക്കാം. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.